എല്ലാവർക്കും ഈ പവർഫുൾ സൂമിന് 6am ക്ലബിന്റെ പവർഫുൾ സൂമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പുലരി സമ്മാനിച്ച ദൈവത്തിന് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഒരിക്കൽ കൂടി ഈ പവർഫുൾ സൂമിലേക്ക് എവരെയും എന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സിജി ശ്രീജിത്ത്. മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയ്ക്ക് അടുത്ത മണ്ണൂരാണ് എന്റെ സ്ഥലം. പ്രൊഫഷൻ വരുന്ന നേഴ്സിംഗ് ആയിരുന്നു. പാലക്കാട് കോപ്പറേറ്റീവിലായിരുന്നു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റില് 12 വർഷത്തെ എക്സ്പീരിയൻസ്. ഇന്ന് ആ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഫുൾ ടൈം ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയ റിസൾട്ടിലൂടെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, ഈ സൂം മീറ്റിംഗ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എനർജി ഡ്രിങ്ക് ആണ് അല്ലെ. ഇപ്പൊ ഇനി വരുന്ന 2026 നമുക്ക് ഒത്തിരി കമ്പനി ഓഫറുകൾ വിജയിക്കാൻ എല്ലാ രീതിയിലും നമുക്ക് വിജയിക്കാനുള്ള വഴി തുറന്നു തന്നിട്ടുണ്ട്. പണിയെടുക്കുക, പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന രീതിയിൽ ഇന്ന് ശക്തമായിട്ട് എല്ലാവരും അതിനുവേണ്ടി ഒരു പരിശ്രമത്തിലാണ്. എല്ലാവർക്കും അങ്ങനെ മുമ്പോട്ട് ഈ 2026 നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് നമുക്ക് സൂമില് നമുക്ക് അറിവ് പകർന്നു തരാൻ വേറെ ആരുമല്ല, നമ്മുടെ ഗ്രേറ്റ് ലീഡർ അഭിലാഷ് സാറാണ് ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നത്. സാറിനെ കുറിച്ച് പറഞ്ഞാൽ, സാറിന്റെ സ്വദേശം വരുന്നത് കുമ്പളങ്ങിയാണ്. സാറ് നല്ലൊരു ടീമിനെ, ഒരു കൈക്കുള്ളില് കരുത്തുറ്റ ഒരു ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻ. അതോടൊപ്പം സാറിന്റെ മറ്റുള്ളവർക്ക് ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിലൂടെ പുതിയ തലമുറയ്ക്ക് നല്ലൊരു മാതൃക കാണിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗ്രേറ്റ് മാൻ. അതോടൊപ്പം നല്ലൊരു ഗായകൻ എന്ന് പറയാതിരിക്കാനും വയ്യ. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി സാറിനെ ഈ സൂമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അഭിലാഷ് സാർ. വളരെ മനോഹരമായി തന്നെ പരിചയപ്പെടുത്തി. അഭിലാഷാണ്. അവരോട് സ്നേഹം, നന്ദി. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാനും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുതിയതായും ഒക്കെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. സിറ്റി പരിചയപ്പെടുത്തിയതുപോലെ എന്റെ പേര് അഭിലാഷ് എന്നാണ്. എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിയിൽ താമസിക്കുന്നു. വൈറ്റോറിയം ബിസിനസ് ഏറ്റെടുത്ത് സീരിയസ് ആയി ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഒരു 3 വർഷക്കാലം കഴിയുന്നു. വളരെ വളരെ ഹാപ്പിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാതെ അല്ലേ സിറ്റി? ഓക്കെ അല്ലേ? അപ്പോ എല്ലാ ദിവസവും ഈ സൂം പ്ലാറ്റ്ഫോമിൽ പല വിഷയങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 3 വർഷക്കാലം ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ബയോട്ടോറിയം തരുന്നത് സന്തോഷവും നന്മയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഉയർച്ചയും തന്നെയാണ്. 4 വർഷക്കാലം മുന്നേ ഈ പ്രൊജക്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഡാനി സാറിനെയൊക്കെ പോലെയുള്ള നിരവധി വ്യക്തികൾ ഈ ബിസിനസ്സിൽ നമുക്ക് മാതൃകയായിട്ടുണ്ട്. അവർക്കും ഇതേ സെയിം ഹാപ്പിനെസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഈ ബിസിനസ് കേരളത്തിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 3 വർഷക്കാലത്തെ അനുഭവം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചില പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയുകയാണ്. ഈ ബിസിനസ്സിലൂടെ ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞതിന്റെ ഫലമായി ആ ടീമിൽ ഒരുപാട് വ്യക്തികൾക്ക് വലിയ വരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പാർട്ട്ണർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ എല്ലാം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്, നാടൻപാട്ട് കലാകാരൻ കൂടിയായിട്ടുള്ള സുധീ നെട്ടൂർ. ഞങ്ങൾ ഒരുമിച്ച് ഈ ബിസിനസ്സിലൂടെ 40 ലക്ഷം രൂപയിലധികം കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് വരുമാനം കൈപ്പറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായ കാര്യം. ഒരുപാട് വ്യക്തികളുടെ കുടുംബങ്ങളിലേക്ക് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങളും ഒരു കാരണക്കാരായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സന്തോഷം തരുന്ന മറ്റൊരു കാര്യം. നമുക്ക് വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ഹാപ്പി
ഉണ്ടാവാറുണ്ട്. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അതേപോലെ വരുമാനം കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഹാപ്പി ആവുന്നത്. ഇപ്പൊ എനിക്ക് വരുമാനം കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ കൂട്ടത്തിലിരിക്കുന്ന ഇന്നിപ്പോ ഈ സൂമിന്റെ ഭാഗമായിട്ട് ഏകദേശം 84 വ്യക്തികൾ ഇന്നിപ്പോ രാവിലെ തന്നെ ഈ ഒരു സൂമിൽ കയറിയിട്ടുണ്ട്. പല പല തിരക്കുകൾ ഉണ്ടാവാം എല്ലാവർക്കും. നിങ്ങൾ എല്ലാവരും ഓരോ കുടുംബത്തിന്റെ അത്താണികളാണ്. ഓരോ കുടുംബത്തിലേക്കും വരുമാനം കിട്ടിയ സമയത്താണ് നിങ്ങൾ ഓരോരുത്തരും ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നതും. നമുക്ക് സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ആ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടുള്ളത്. ജീവിതത്തിന്റെ ഞാൻ പലപ്പോഴും പറയാം, സായാഹ്നത്തിലേക്ക് കടന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. സായാഹ്നം എന്ന് പറയുമ്പോൾ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരു ജോലി പുതിയ അന്വേഷിച്ചു പോയി കണ്ടുപിടിച്ച് അതിനകത്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രായമല്ല 50, 55, 60 വയസ്സൊക്കെ എത്തുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പുതിയതായി ഒരു ജോലി സ്ഥാപനത്തിൽ പോയി അവിടെ ജോലി സംഘടിപ്പിച്ച് ഒരു വരുമാനം കൈപ്പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ അത്തരക്കാരും വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബയോട്ടോറിയത്തിലേക്ക് കടന്നു വന്ന ഏതൊരു വ്യക്തിക്കും പ്രായം ഇവിടെ ഒരു വിഷയമല്ല എന്നുള്ളതാണ്. ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ വരുന്ന ആളുകൾക്കറിയാം, ഈ മേഖലയിൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ യോഗ്യതയുടെയോ മറ്റ് എക്സ്പീരിയൻസിന്റെയോ ഒന്നും ആവശ്യമില്ലാത്തൊരു മേഖലയിലാണ് ഞാൻ നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു 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 വിശ്വാസം, എല്ലാവർക്കും ഈ ബിസിനസ് ചെയ്യാൻ കഴിയും, എനിക്കും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ആദ്യം ഉണ്ടായാൽ മാത്രമേ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ് എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ ബിസിനസ്. ഈ ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹിച്ചിട്ടാണ് ഓരോ വ്യക്തികളും ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ, ഇന്ന് മാത്രമല്ല കഴിഞ്ഞ കുറെ നാളുകളായി ഈ സൂം ഇങ്ങനെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡെയിലി ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഒരുപാട് വ്യക്തികൾ പല പല കാര്യങ്ങൾ നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ ഈ ബിസിനസ്സിലേക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആയിട്ടുള്ള യൂനസ് ഭായ്, എന്റെ ID ഓപ്പൺ ചെയ്താൽ ഏറ്റവും ഇമ്മീഡിയറ്റ് പൊസിഷനിൽ കാണാവുന്ന ഒരു വ്യക്തിയാണ് യൂനസ് ഭായ്. ലക്ഷക്കണക്കിന് രൂപ ഈ ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കിയ ഒരു അനുഭവം, ഒരു സെയിൽസ് ക്ലോസിങ്ങിനെ കുറിച്ച് സംസാരിക്കേണ്ടായി. അങ്ങനെ ഓരോ മനുഷ്യരും ഈ ബിസിനസ്സിലൂടെയുള്ള അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂമിൽ അതിന്റെ പരിമിതികളുണ്ട്. ഒരു 3/4 മണിക്കൂർ സമയമെടുത്തിട്ടാണ് കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ പുസ്തകങ്ങളിലോ നോട്ട് ചെയ്ത് വെച്ചാൽ അത് പ്രയോഗിക്കുമ്പോൾ അതുകൊണ്ട് ഗുണകരമായി മാറുമെന്നുള്ളതാണ്. 3 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കാണ് ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമതായി, ബൈ ബർത്ത് ഒരുപാട് കഴിവുകളോടുകൂടി ജനിക്കുന്ന മനുഷ്യർ. ഉദാഹരണം പറഞ്ഞാൽ KJ യേശുദാസിനെ പോലെ അദ്ദേഹം ഗായകനാണ്. ജനിച്ചപ്പോ തന്നെ ആ ഒരു കഴിവ് ഉണ്ട്, പാട്ടുപാടാനുള്ള ഒരു കഴിവ്. ആ പാട്ടുപാടാനുള്ള കഴിവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മേഖലയിൽ കഴിഞ്ഞ 40-50 വർഷമായി നിലകൊള്ളുന്നു. 50 വർഷത്തിലധികമായി ആ മേഖലയിൽ പാട്ടുകാരനായി. 50 വർഷമല്ല, അതിൽ കൂടുതൽ വർഷങ്ങളായിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞ ഒന്ന് മാത്രം. കോടിക്കണക്കിന് രൂപ, ഇന്ന് ഇന്ത്യയിലല്ല, അദ്ദേഹം വിദേശത്ത് USA താമസിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ കഴിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സമ്പത്തുണ്ടാക്കാൻ, അതേപോലെ തന്നെ മോഹൻലാല്, മമ്മൂട്ടി, നമുക്ക് ഒരുപാട് ഉദാഹരണം പറയാനുള്ള ആളുകളുണ്ട്. അതായത് ഇൻഡിവിജ്വൽ ടാലന്റ് ആയിട്ട് ജനിക്കുന്ന മനുഷ്യർക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി കഴിയും. അത് ആരാണെങ്കിലും, നമ്മൾ സക്സസ് ആയ ഏത് മനുഷ്യർക്കും ഒറ്റക്ക് നിന്നുകൊണ്ട് പോരാടി ജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ മേഖലയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് പ്രയത്നിക്കുമ്പോൾ അവർക്ക് സക്സസ് ആവാൻ വേണ്ടി കഴിയും. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കറെ നമ്മൾ നിരീക്ഷിച്ചാൽ അദ്ദേഹത്തിന്റെ പാഷനും അദ്ദേഹത്തിന്റെ എല്ലാ ഹോബിയും അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് എന്ന് പറയുന്ന മേഖലയിലാണ്.
അദ്ദേഹത്തിന് മുഴുവൻ സമയം അദ്ദേഹത്തിന് കിട്ടിയാൽ അദ്ദേഹം ക്രിക്കറ്റിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ അദ്ദേഹം ക്രിക്കറ്റിന്റെ ദൈവമായി അവതരിപ്പിക്കപ്പെട്ടു. അല്ലെങ്കിൽ ആ എഫേർട്ടിനാണ് അദ്ദേഹത്തിന് പിൽക്കാലത്ത് തുടക്ക സമയത്ത് ബാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വലിയ കുറച്ച് അനുഭവ സമ്പത്തുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കണ്ട സമയങ്ങളിൽ തുടക്ക സമയത്തൊക്കെ അത്രയും പെർഫോമൻസ് ഇല്ലാതിരുന്ന വ്യക്തി പ്രാക്ടീസിലൂടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ അദ്ദേഹം വലിയ രംഗത്തേക്ക് അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ ദൈവം എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് നമ്മളെല്ലാവരും ആരാധിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എഫേർട്ടാണ്. അതായത് ഇൻഡിവിജ്വൽ ടാലന്റ് ഉള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് പാരമ്പര്യമായി സ്വത്ത് കൈവശമുള്ള ആളുകൾക്ക്. ഉദാഹരണം പറഞ്ഞാൽ അനിൽ അംബാനി എന്ന് പറയുന്ന വ്യക്തി പാരമ്പര്യമായി സ്വത്തുണ്ടായ മുകേഷ് അംബാനിയുടെ മകനായി ജനിച്ചു എന്നതിന്റെ പേരിൽ ഇന്ന് ലോക കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് സമ്പാദിച്ചു വെച്ച ആ ഒരു കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള ആ അവകാശം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അദ്ദേഹം കോടീശ്വരനായി ഇന്നും നിലനിൽക്കുന്നു. ആ ബിസിനസ് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റിയും അദ്ദേഹത്തിനുണ്ടായി. ഇന്ന് അദ്ദേഹം ആ ഒരു രംഗത്ത് അല്ലെങ്കിൽ കോടീശ്വര പദവിയിൽ നിൽക്കുന്നു. സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സമ്പത്ത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ സമ്പത്ത് ഉപകാരപ്പെട്ടു എന്നുള്ള. നമുക്ക് സ്വത്തായിട്ടും ചില ആളുകൾക്ക് ഭൂമി കൈവശമുള്ള ആളുകളുണ്ട്. അവർക്ക് ബിസിനസ് ചെയ്യാനായിട്ടും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരുടെ കാലാകാലങ്ങളായി അവരുടെ പിതാമഹന്മാര് സമ്പാദിച്ചു വെച്ചിട്ടുള്ള സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് കോടീശ്വരനാകാനായിട്ടും അതേ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അവർക്ക് കഴിയുമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്വന്തമായി ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത ആളുകൾ ഇന്ന് സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് തുടക്ക സമയത്ത് ഒറ്റക്ക് എഫേർട്ട് ഇട്ട് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലുലുവിന്റെ ഓണറായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് യൂസഫ് അലി സാറിനെ കുറിച്ച്. യൂസഫ് അലി സാർ അങ്ങനെ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ടീം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരുപാട് വ്യക്തികളുടെ പ്രവൃത്തി സമയം കൈപ്പറ്റിക്കൊണ്ട് ഇന്ന് ആ രംഗത്ത് റീറ്റെയിലിംഗ് രംഗത്ത് പല പല ബിസിനസ്സിലും അദ്ദേഹം അങ്ങനെ സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഈ ബയോട്ടോറിയം ചെയ്യുന്ന ആളുകൾക്കും വലിയ വരുമാനം 30 കോടി രൂപയിലധികം വരുമാനം മേടിച്ചിട്ടുള്ള ഈ ബയോട്ടോറിയം ചെയ്യുന്ന വ്യക്തികൾ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം കൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ടുള്ള ആളുകളുണ്ട്. ദിവസ വരുമാനം ഇന്ന് മനോജ് സാറിനെ പോലെ ലക്ഷക്കണക്കിന് രൂപ ദിവസവും വരുമാനം കിട്ടാൻ കഴിയാവുന്ന ലെവലിലേക്കുള്ള ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ ടീം ബിൽഡ് ചെയ്യാനായിട്ട് 1 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇന്ന് കോടീശ്വര പദവിയിലേക്ക് എത്തിയിട്ടുള്ള നിരവധി നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുവെക്കുന്നത്. ഇത് മനോജ് സാറിന്റെ ഇൻഡിവിജ്വൽ കഴിവ് കൊണ്ടല്ല, അദ്ദേഹം ആ ഒരു ലെവലിലേക്ക് ഒരു 4 കോടി രൂപയുടെ പറ്റിയ വരുമാനം മേടിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ പ്രിയപ്പെട്ട ഡാനിഷ് സാർ 1 കോടി രൂപയിലധികം വരുമാനം മേടിച്ചത് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞപ്പോഴാണ്. നമുക്കും ആ നിലയിലേക്ക് വലിയ വരുമാനത്തിലേക്കും വലിയ സമ്പത്തിലേക്കും എത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ടീമിനെ കുറിച്ചുള്ള ഒരുപാട് ഡെഫിനേഷനുകൾ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി കഴിയും. ടുഗദർ എവരി വൺ അച്ചീവ് മോർ എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഫുൾ ഫോം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. യഥാർത്ഥത്തിൽ നമ്മൾ ടീം എന്ന് പറയുമ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വരുന്ന ആളുകളുടെ കഴിവുകളെ നമുക്ക് എങ്ങനെ നമ്മുടെ വരുമാനമാക്കി മാറ്റാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ ഇത്തരം ആളുകളെ നമ്മളെ ഒരു പ്രവൃത്തി സമയമാക്കിയിട്ട് വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ചെയ്യാതെ, അതായത് ഒരു മനുഷ്യന്റെ പ്രവൃത്തി സമയം കൂട്ടാതെ വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽ കഴിവുള്ള ആളുകളായിരിക്കണം, ഇൻവെസ്റ്റ് ചെയ്യാൻ കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടാവണം. ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും പോലെയുള്ള മനുഷ്യർക്ക് ഒരു ടീമിലൂടെ പ്രവൃത്തി സമയം നമുക്ക് ഇൻഡിവിജ്വലി ഒരു മനുഷ്യന് നമ്മൾ ഒരു 24 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്താൽ ഒരു മനുഷ്യന് പ്രവർത്തിക്കാൻ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ സമയം വരെയൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. 8 മണിക്കൂർ സമയം തന്നെ പ്രവർത്തിച്ചാൽ 3 ആയി ഡിവൈഡ് ചെയ്താൽ 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ
നമ്മുടെ പ്രവൃത്തി സമയം 8 മണിക്കൂർ മറ്റ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ സമയമാണ് എഫക്റ്റീവ് ആയിട്ട് ഒരു മനുഷ്യൻ പ്രവർത്തിക്കാൻ കഴിയുന്നത്. എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ നമ്മള് പല ആളുകളും 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സിംഗ് മേഖലയിലൊക്കെ പ്രവൃത്തി സമയം ഇപ്പൊ സിറ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോ നേഴ്സിംഗിന് അതിന്റെ പ്രവൃത്തി സമയം നോക്കുമ്പോൾ അവർ പറയുന്ന മണിക്കൂർ ഇതാണെങ്കിലും അവർ പ്രവർത്തിക്കുന്ന സമയം നോക്കിയാൽ 12 13 മണിക്കൂറൊക്കെ പ്രവർത്തിക്കേണ്ടി വരുമെന്നുള്ളതാണ് ആ മേഖലയിലുള്ള ഒരു പ്രശ്നം. ഒരു പോലീസ് ഓഫീസറെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു ആരോഗ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചൊക്കെ നോക്കിയാൽ പല മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കൂർ എന്നുള്ള പ്രവൃത്തി സമയമല്ല, അവിടെ 12 മണിക്കൂറും 14 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കൂർ പ്രവൃത്തി സമയമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 2 വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവരുടെ 8 മണിക്കൂർ പ്ലസ് ആ 24 മണിക്കൂർ പ്രവൃത്തി സമയമായിട്ട് നമ്മുടെ പ്രവൃത്തി സമയം മാറുന്നു എന്നുള്ളതാണ്. ഒരു നമ്മളെ സംബന്ധിച്ച് ബൈനറി ഒരു ടീമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ബൈനറി സിസ്റ്റത്തിൽ നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ എ ടീമിൽ ഒരു വ്യക്തി വന്നു, ബി ടീമിൽ ഒരു വ്യക്തി വന്നു, അവരുടെ രണ്ടുപേരുടെയും പ്രവൃത്തി സമയം പ്ലസ് നമ്മുടെ പ്രവൃത്തി സമയവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു സമയം നമ്മളിലേക്ക് വരുന്നു. അതായത് ഒരു മനുഷ്യന് 24 മണിക്കൂർ പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമായ കാര്യമാണ്. 2 വ്യക്തികൾ നമ്മുടെ ടീമിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളും അവരും കൂടി ആവുമ്പോൾ 24 മണിക്കൂർ എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തിന് ടീം ബിൽഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കാര്യം. നമ്മുടെ പ്രവൃത്തി സമയം മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടീം ബിൽഡ് ചെയ്യേണ്ടത്. പല ആളുകളും വിചാരിക്കും ഞാൻ പോയി സെയിൽസ് എടുക്കും, എനിക്ക് സംസാരിക്കാൻ അറിയാം, അങ്ങനെ ഞാൻ സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിന് ടീം ബിൽഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ആബ്സെൻസിലും, ഈ പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ആബ്സെൻസിലും വരുമാനം കിട്ടാൻ കഴിയാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എനിക്കും നിങ്ങൾക്കും അറിഞ്ഞോ അറിയാതെയോ കിട്ടിയിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു നോമിനി സംവിധാനമുണ്ട്. നിങ്ങൾ ID രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഓൺലൈൻ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് ചോദിക്കും നിങ്ങളുടെ നോമിനി ആരാണെന്ന്. അപ്പോ അതിലേക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ് നിങ്ങളുടെ നോമിനിയെ കുറിച്ച്. ഒരു പക്ഷേ നിങ്ങളുടെ മാതാവായിരിക്കാം, നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, അങ്ങനെ ആരെങ്കിലും ഒക്കെ നോമിനി ആയിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആ നോമിനി വെക്കുന്നത് ആരെങ്കിലും ഒക്കെ നമ്മുടെ നോമിനിയെ സെലക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനോട് ചോദിച്ചിട്ട് ആ നമ്മുടെ ഐഡിയിൽ തന്നെ നമുക്ക് നോമിനിയെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നോമിനിയെ നമ്മൾ അതിനകത്തേക്ക് വെക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത തൃശ്ശൂർ വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഓട്ടോറിക്ഷ, ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞിടക്ക് മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയ സമയത്തും അദ്ദേഹത്തിന്റെ ഭാര്യ വിധവയായ ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടക്കുന്നത് റേഞ്ച് റോവർ എന്ന് പറയുന്ന 1 കോടി രൂപയിലധികം വില വരുന്ന ആ വാഹനത്തിൽ അദ്ദേഹം ആ വ്യക്തി ആ സ്ത്രീ ഇന്ന് നടക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവര് ആ വ്യക്തി വർക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രവർത്തിച്ചു എന്നല്ല, മറിച്ച് അദ്ദേഹം ഉണ്ടാക്കി വെച്ച ടീമിലൂടെ ആ വ്യക്തിയുടെ ഫാമിലിയിലേക്ക്, അദ്ദേഹത്തിന്റെ വൈഫിലേക്ക് അതിന്റെ ആ നോമിനി സംവിധാനം മാറ്റപ്പെട്ടു. ഇന്ന് വരുമാനം വരുന്നത് ആ നോമിനിയുടെ അക്കൗണ്ടിലേക്കാണ് ആ കമ്പനി അയച്ചു കൊടുക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഇത് തന്നെയാണ്. ഞാനില്ലെങ്കിലും എന്റെ വീട്ടിലേക്ക് വരുമാനം എത്തണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ടാണ് ഈ മേഖലയെ തെരഞ്ഞെടുക്കാൻ കാരണം. എനിക്ക് ഇൻഡിവിജ്വൽ പ്രവർത്തിച്ചാൽ വരുമാനം കിട്ടാവുന്ന ഒരുപാട് മേഖലകൾ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ മേഖലകൾ തിരഞ്ഞെടുക്കാം. ഇപ്പൊ സിജിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേഴ്സിംഗ് പഠിച്ച് നേഴ്സിംഗ് മേഖലയിൽ നിൽക്കുക എന്നുള്ള ഒരു 5-10 വർഷത്തെ എക്സ്പീരിയൻസ് ആ മേഖലയിൽ വേണ്ടി വരും. നല്ലൊരു ഒരു സ്റ്റാഫ് നേഴ്സ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ നിയമിക്കപ്പെടാനായിട്ട് അത്രയും
കഠിനമായ പഠനം നടത്തിയിട്ട്, അതായത് ഒരു ഡോക്ടർ പഠിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷെ പഠിക്കേണ്ടി വരും എന്ന് വെച്ചാൽ MBBS കൂടുതൽ പഠിച്ചു എന്നല്ല അർത്ഥം. അത്രയും തന്നെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിക്കാണ് ആ നഴ്സിംഗ് മേഖലയിൽ നിൽക്കാൻ വേണ്ടി കഴിയുന്നത്. അത് പഠിച്ചിട്ട് ആ പ്രൊഫഷൻ മാറ്റിവെച്ചുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. കാരണം ഒറ്റയ്ക്ക് പ്രവർത്തിച്ചാൽ വലിയ വരുമാനത്തിലേക്ക്, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പട്ടിണി കിടക്കണമെങ്കിൽ പോലും 10-30,000 രൂപ വരുമാനം വേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ താമസിക്കുന്നത്. ഇവിടെയാണ് വരുമാനം കൂട്ടലല്ലാതെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്ത് ഒരു വ്യക്തി ഒരു 10-20 വർഷം മുന്നേ പറഞ്ഞൊരു വാക്കാണ് എന്നെ സ്ട്രൈക്ക് ചെയ്യിപ്പിച്ചത്. നമ്മള് കുറച്ച് കഴിയുമ്പോ, അന്ന് പെട്രോളിന് 30 രൂപയായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്ത് പറഞ്ഞ് 100 രൂപയൊക്കെ പെട്രോളിന് വില വരും, അന്ന് 100 രൂപ വരുമെന്ന് പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ വളരെ പുച്ഛത്തോടു കൂടിയാണ് കേട്ടത്. 100 രൂപയോ പെട്രോളിനോ ഒന്ന് ആലോചിച്ച് പോലും നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം. 100 രൂപയൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ നാളുകളായി നമ്മുടെ നാട്ടിൽ പെട്രോളിന് വില വർദ്ധിച്ചത്. ഒരു 500 രൂപ നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഒരു 20 വർഷം മുന്നേ കുടുംബത്തിന്റെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്തിരുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കിയാൽ 500 രൂപയുമായി നിങ്ങൾ ഒരു ഷോപ്പിൽ പോയാൽ ഒരു വലിയ സഞ്ചി നിറച്ച് സാധനങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഇന്ന് 500 രൂപയുമായി ഒരു കടയിൽ പോയാൽ ഒരു ചെറിയ ഒരു കിറ്റില് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം എന്നുള്ള സാഹചര്യം മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. 1 ലിറ്റർ നമ്മുടെ 1 കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചാൽ നമ്മുടെ പൈസയുടെ ഭൂരിഭാഗം പൈസയും തീർന്നിട്ടുണ്ടാവും. മറ്റെന്തെങ്കിലും ഒരു ചെറിയ സാധനം കൂടി മേടിച്ച് 500 രൂപ തീർന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ ചെലവുകൾ കൂടി, എന്നാൽ വരുമാനം കൂടിയിട്ടില്ല. നമുക്ക് കറണ്ട് ബില്ല്, ഗ്യാസിന്റെ വില, ഒരു 5 വർഷം മുന്നേ ഗ്യാസിന്റെ വിലയല്ല ഇന്ന് അതിന്റെ എത്രയോ ഇരട്ടിയായി. ഇങ്ങനെ ഓരോ മേഖലയും നമ്മൾ നോക്കിയാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വർധനവ് പല ആളുകൾക്കും പറഞ്ഞ്, അന്ന് ആ ട്രെയിനർ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഒരു 10 വർഷം കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ചിലവ് 1 ലക്ഷം രൂപയിലേക്ക് വർദ്ധിക്കും എന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപയിലേക്ക് വർദ്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഇന്ന് 2025 ആകുമ്പോഴേക്കും ഈ കൂട്ടത്തിൽ 1 ലക്ഷം രൂപ മിനിമം വേണ്ടി വരുന്ന എത്രയോ ആളുകൾ, എനിക്ക് 1 ലക്ഷം രൂപ ഒരു മാസം ചെലവുണ്ട് എന്ന് പറയുന്ന ആളുകൾ എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. അതില്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. നമുക്ക് 1 ലക്ഷം ഇല്ലെങ്കിലും 50,000 10,000 കിട്ടിയാലും അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ പല മനുഷ്യരും കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തലുകളാണ്. പക്ഷെ നമുക്ക് ആവശ്യം എനിക്ക് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ടോ. 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് വലിയ യുഎസ് ഇത് ചെയ്തിട്ടുണ്ട്. 1 ലക്ഷമല്ല, അതിൽ കൂടുതൽ വേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റാണ്. യെസ് മാഡം. എങ്ങനെ 1 ലക്ഷം രൂപയിലധികം വേണം എന്ന് ഉള്ള ആളുകൾ? അലി സാർ, യെസ്. ഇത് പറയുന്ന സമയത്ത് ചില ആളുകൾ വിചാരിക്കും 1 ലക്ഷം രൂപയൊക്കെ വേണ്ടി വരുമോ ജീവിക്കാനായിട്ട്, അല്ലെ? ഒരു ഹൗസിംഗ് ലോൺ, നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്വന്തമായ ഒരു വീട് വെച്ചിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൗസിംഗ് ലോൺ ഉണ്ടാവും. മക്കളെ വിവാഹം കഴിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ബാധ്യത വന്നിട്ടുണ്ടാവും. സ്വന്തം അലമാരിയിൽ അവരുടെ ആ ഒരു കാര്യം ഉണ്ടാവില്ല. എന്ത് ഡോക്യുമെന്റ്, ആ വീടിന്റെ ഡോക്യുമെന്റ് ഏതെങ്കിലും ബാങ്കിന്റെ ലോക്കറിലായിരിക്കും. ഇനി മറ്റെന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ മറ്റു കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചും ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെ ആയിരിക്കും, ബാധ്യതയിലായിരിക്കും. EMI-യിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. EMI എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ പറയുന്ന ഒരു വാക്കാണ്. എന്നാൽ ഞാൻ കടത്തിലാണ്, ഞാൻ ലോണിലാണ് മുന്നോട്ട് പോകുന്നത്, 1 ലക്ഷം പോരാ എന്ന് പറയുന്ന ജയ്മോൻ ചേട്ടനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോ നമ്മൾ ഇൻഡിവിജ്വലി ജോലി ചെയ്താൽ 1 ലക്ഷം രൂപയിലേക്ക് എത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. പക്ഷേ ഒരു ദിവസം 1 ലക്ഷം രൂപയിലധികം വരുമാനം മേടിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിനെയൊക്കെ പോലെയുള്ള ചില ദിവസങ്ങൾ അദ്ദേഹം സ്ക്രീൻഷോട്ടുകളൊക്കെ അയക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഐഡിയിലൂടെ 45,000 രൂപ 50,000 രൂപയൊക്കെ ഒരു 24 മണിക്കൂറത്തെ കട്ട് ഓഫിൽ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2 ദിവസം കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ ഐഡിയിലേക്ക് അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരിലൊക്കെ ഐഡികളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക സമയത്ത് അങ്ങനെ ടീം ബിൽഡ് ചെയ്തതിന്റെ ഫലമായിട്ട് ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന ഒരുപാട് മനുഷ്യരുള്ള നാട്ടിലാണ്
നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ടീം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ടീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. ടീം ഉണ്ടാക്കിയാൽ ഇതെല്ലാം സാധ്യമാണ്. 1,00,000 രൂപയൊക്കെ വരുമാനം കിട്ടുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. നമ്മൾ എല്ലാ മേഖലയിലും ഒരു പോലീസുകാരായി റിട്ടയർ ചെയ്ത ആളുകളുണ്ട്, പോലീസുകാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ EMI അടക്കുന്നത് ഈ ബയോട്ടോറിയം കയ്യിൽ കിട്ടിയത് കൊണ്ടാണ്. യെസ്, അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ പ്രതീക്ഷയായി ഒരു 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 വരുമാന മാർഗമായി ബയോട്ടോറിയം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മാറുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളൊരു ഒരു ഒരു പോലീസുകാരനായി ജോലി ലഭിച്ചാൽ പിറ്റേ ദിവസം മുതൽ ശമ്പളം കിട്ടുന്നതല്ല, ഒരു 11 മാസത്തെ ഒരു നിർത്താത്ത ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ട്. അവരെ ഫിസിക്കലി മെന്റലി എല്ലാം മാറ്റിയെടുക്കുന്ന ട്രെയിനിങ് സെക്ഷനിലൂടെ കടന്നു വരുമ്പോഴാണ് ഒരു പോലീസുകാരനായിട്ട് അവർ ക്യാമ്പിൽ 3 വർഷത്തിലധികം ക്യാമ്പുകളിലാണ് അവർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ക്യാമ്പുകളിലാണ് അവർ കഴിയുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് അവർക്ക് മാറണമെങ്കിൽ, സ്റ്റേഷൻ ഡ്യൂട്ടിയൊക്കെ കിട്ടണമെങ്കിൽ 4-5 വർഷത്തിന് ശേഷമാണ് ഒരു പോലീസുകാരൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് എത്തുന്നത്. അതായത് വലിയ വരുമാനമൊക്കെ അവർക്ക് കിട്ടി തുടങ്ങുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. ഈ 11 മാസത്തെ ട്രെയിനിങ്ങിലൂടെയാണ് അവര് ആ ഒരു പോലീസുകാരനായി രൂപാന്തരപ്പെടുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ വരുമ്പോ, ഇന്ന് ബിസിനസ് ആരംഭിച്ച ഒരു വ്യക്തിക്ക് ഇന്ന് 5 മണിക്ക് അദ്ദേഹത്തിന്റെ ID രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അദ്ദേഹത്തിന് വരുമാനം കിട്ടാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കമ്പനിയിലുണ്ട്. ഇന്ന് തന്നെ വരുമാനം കിട്ടി തുടങ്ങും. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, എനിക്ക് എന്തിനാണ് ട്രെയിനിങ്, ഞാൻ ഈ ബിസിനസ്സിലൂടെ വരുമാനം കിട്ടി, എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, എനിക്കിതിങ്ങനെ എന്നെ മുന്നോട്ട് പോയാൽ പോരെ. ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യം ആർക്കില്ല, എനിക്ക് ആവശ്യമില്ല. ഞാൻ ഉറപ്പിച്ച് അടിവരയിട്ട് പറയാം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഒരു ടീം ഒരിക്കലും ബിൽഡാവില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണോ ഇതായിരിക്കും നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് ബിസിനസ് ആരംഭിച്ചു, നിങ്ങളുടെ കൂടെ നിങ്ങൾ സെയിൽസ് എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങി, കുറെ ആളുകളോടൊക്കെ ഇത് പറഞ്ഞു, അവരൊക്കെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു വരുമാനം കിട്ടിയിട്ടുണ്ടാവും. ഈ ബിസിനസിന്റെ പ്രത്യേകത, ഇന്ന് ഈ 2-ാം തീയതി നമ്മുടെ സാഗർ ജോഷി സാറിന്റെ ബർത്ത്ഡേയോടുകൂടി കഴിഞ്ഞ മാസം മുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്, ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു എൻട്രി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 4040 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അന്ന് തന്നെ വരുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ ബിഗിനറായി പല കമ്പനികളിൽ 1 മാസം 1.5 മാസമൊക്കെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ 1000 രൂപയോ 2000 രൂപയൊക്കെ വരുമാനം വരുന്ന സാഹചര്യമാണെങ്കിൽ, ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു 100 PV, ഒരു 23,000 രൂപയുടെയോ അല്ലെങ്കിൽ ഒരു 25,400 രൂപ 300 രൂപയുടെ ഒരു പ്രൊഡക്റ്റോ ഒരു വ്യക്തി പർച്ചേസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടുന്നത് 4,040 രൂപ. 23,000 രൂപയുടെ കച്ചവടം നടത്തുമ്പോൾ 4,040 കിട്ടുന്ന ലോകത്തൊരു ഓപ്പർച്യൂണിറ്റിയും ഇല്ല, പ്രിയപ്പെട്ടവരെ. ആ ഓപ്പർച്യൂണിറ്റിയാണ് ബയോട്ടോറിയം നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. ഒരു 13,500 രൂപയുടെ ഒരു കച്ചവടം നടത്തിയാൽ ഡയറക്റ്റ് ആയിട്ട് 2,020 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കിട്ടും. സ്വാഭാവികമായിട്ട് അദ്ദേഹം ചിന്തിക്കുന്നു, ഞാൻ ഈ ബിസിനസ്സിൽ പുലിയായി, എനിക്കിനി ഒന്നും ചെയ്യാനില്ല. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, ഒരു പോലീസുകാരനാകുന്നതെങ്കിൽ അത് പട്ടാളത്തിലേക്ക് ഒരു പട്ടാളക്കാരനായി മാറുമ്പോൾ 2 വർഷം 24 മാസക്കാലം കഠിനമായ പരിശ്രമത്തിലൂടെ രാവും പകലും മഞ്ഞിലും വെയിലിലും അതുപോലെ തന്നെ ദുർഘടമായ സാഹചര്യത്തിലൂടെയൊക്കെയെല്ലാം പട്ടാളക്കാരന്റെ ഒരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും. അത് ഏതെങ്കിലും പട്ടാളക്കാരായി റിട്ടയർ ചെയ്ത ആളുകളോട് ചോദിച്ചാൽ അവരുടെ ആദ്യത്തെ 24 മാസത്തെ ത്യാഗത്തിന്റെ കഥ പറയാനുണ്ടാവും. അവർ മാറി വന്ന അവരുടെ രൂപാന്തരം, അവരുടെ ഫിസിക്കലി മെന്റലി നമുക്കറിയാം, പാകിസ്ഥാനിനോടൊക്കെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പട്ടാളക്കാരൻ മാസങ്ങളോളം മഞ്ഞുമലകളിൽ താമസിക്കേണ്ടി വരുന്നതും ഒളിത്താവളങ്ങളിൽ കിടക്കേണ്ടി വരുന്നതും ഇന്ത്യയുടെ നമ്മുടെ രാജ്യം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, രാജ്യത്തെ കാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സമാധാനത്തോടുകൂടി നമ്മുടെ കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ, നമ്മുടെ റൂമുകളിൽ കിടന്നുറങ്ങുമ്പോൾ ഉറക്കമഴിച്ച് അവിടെ അതിർത്തികളിൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് പട്ടാളക്കാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പട്ടാളക്കാരുടെ 24 മാസത്തെ ട്രെയിനിങ് നമ്മൾ നോക്കിയാൽ കാണാം,
അത്രയും കഠിനമായ ട്രെയിനിങ്ങിലൂടെയാണ് അവർ കടന്നു വരുന്നത്. നമ്മളോട് ഇതിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒരു പട്ടാളക്കാരന്റെ ഒരു മാസത്തെ വരുമാനം നോക്കിയാൽ ഒരു 1,00,000 രൂപയിലേക്ക് താഴെ വരുമാനം ഇന്ന് മുന്നേ ഒരു 25,000 30,000 ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ജോലി ആയിരുന്നെങ്കിൽ ഇന്ന് വലിയ ശമ്പളത്തിലേക്കൊക്കെ ഒരു ഉദ്യോഗസ്ഥരൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജോലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവര് ആ ഇതിനു വേണ്ടി ആ മാറ്റത്തിന് തയ്യാറായപ്പോഴാണ് അവർക്ക് ആ ഒരു പട്ടാളക്കാരനായി മാറാനായിട്ടും പോലീസുകാരനായിട്ടും മാറാനായിട്ടും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ നെറ്റ്വർക്കർ ഒരു ലീഡർ ആയി മാറുന്നതിനാണ് നമ്മൾ ഈ ഒരു മാറ്റത്തിന് വിധേയരാകേണ്ടത്. അതാണ് ഇതിന്റെ ട്രെയിനിങ് എന്നുള്ളത്. നമ്മൾ ഒരു ടീം ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ട്രെയിൻഡ് വ്യക്തിയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളതാണ്. ഒരു ടീം ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും പരമായ കാര്യം നമ്മൾ ഒരു ട്രെയിനിങ്ങിന് വിധേയരായിട്ടുള്ള ഈ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്ന അത് 1 ഡേ പ്രോഗ്രാമുകളുണ്ട്, നമ്മുടെ ഈ രാവിലത്തെ സൂം മീറ്റിങ്ങുകളുണ്ട്, ഒരു NDOPകളുണ്ട്. ഇന്ന് നടക്കുന്ന 1,00,000-ലധികം രൂപ വരുമാനം മേടിച്ച വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ 1 lakh above മീറ്റിംഗ് ഇന്ന് കൊച്ചിയിൽ വെച്ച് ഇതിലെല്ലാം 2 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം 24-25 തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്നു. ഇത്തരം പ്രോഗ്രാമിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡർഷിപ്പിലേക്ക് മാറുന്നു. ഇങ്ങനെ ലീഡർഷിപ്പിലേക്ക് മാറുന്ന ആളുകൾക്കാണ് വലിയ രീതിയിലേക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇത് ഓരോ ഘട്ടമായിട്ട് നമ്മൾ അതിലെല്ലാം പങ്കാളികളാവണം എന്നുള്ളതാണ്. തുടക്ക സമയത്ത് ഇതിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ് NDOPകൾ എന്നുള്ളത്. നമ്മുടെ ഈ സൂമിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് കണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് കിട്ടാറുണ്ട്. നമ്മുടെ NDOPകൾ പ്രാദേശികമായിട്ടും എല്ലാം നടത്തപ്പെടാറുണ്ട്. അവിടെ നമ്മൾ നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ടതാണ്. ഇനി നമ്മൾ എന്ന് പറയുന്ന വ്യക്തി നിലവിൽ ഒരുപാട് ശീലങ്ങളുള്ള വ്യക്തിയായിരിക്കാം. ഈ ശീലങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ടീം ബിൽഡ് ആവുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളോട് പല പ്രോഗ്രാമുകളിലും പറയാറുണ്ട് ഈ ലിസ്റ്റ് മേക്കിങ്ങിനെ കുറിച്ച്. ഇവിടെ എപ്പോഴും ആവർത്തന വിരസത പലപ്പോഴും പല ആളുകൾക്കുണ്ട്. നമ്മൾ ഒരു ലിസ്റ്റ് മേക്കിംഗ് ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കൂടെ ആരോ വന്നാലും അവർക്കും ലിസ്റ്റ് ഉണ്ടാവില്ല എന്നതാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണോ ഇതാണ് നമ്മുടെ ടീം ചെയ്യുന്നത് എന്ന് പറഞ്ഞത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ ലിസ്റ്റ് തയ്യാറാക്കും. ഇനി ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ആളുകൾ റിജക്ട് ചെയ്യും എന്നുള്ളത്. ആളുകൾ റിജക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മനോവിഷമമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചമ്മൽ എന്ന് പറയുന്ന അതിന്റെ ഒരു ഞരമ്പ് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ഉള്ളതാണ് ആളുകൾ റിജക്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രൊജക്റ്റിനെയാണ് അവർ റിജക്ട് ചെയ്യുന്നത്, ഒരിക്കലും നമ്മളെയല്ല. നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ ജ്യേഷ്ഠന്റെ അടുത്ത്, നമ്മുടെ അമ്മാവന്റെ അടുത്ത്, നമ്മുടെ സഹോദരിയുടെ അടുത്ത്, നമ്മുടെ സഹോദരന്റെ അടുത്ത്, നമ്മുടെ നെയ്ബറിന്റെ അടുത്ത്, നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് നമ്മൾ പോയി ഇത് പറയുന്ന സമയത്ത് അവര് റിജക്ട് ചെയ്യും സ്വാഭാവികമായിട്ടും. നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത് ഒരു കാര്യം, നിങ്ങളും റിജക്ട് ചെയ്തതല്ലേ? ഞാൻ റിജക്ട് ചെയ്തതാണ്. ഞാൻ 1 വർഷം ഈ പ്രൊജക്ട് റിജക്ട് ചെയ്ത ആളാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ കേട്ടപ്പോ തന്നെ ഈ ബിസിനസ് ആരംഭിച്ച ആളുകളുണ്ട്, റിജക്ട് ചെയ്ത ആൾ. ഞാൻ ആ തുടക്കത്തിൽ റിജക്ട് ചെയ്ത ആളാണ് ഞാൻ. ഇനി അങ്ങനെ റിജക്ട് ചെയ്ത എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, യെസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ തുടക്കം കേട്ടപ്പോ തന്നെ ഞാൻ ഇപ്പൊ തന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞ ആളുകൾ 2 വിഭാഗത്തിലുള്ള ആൾ. ഞാൻ തുടക്കത്തിൽ റിജക്ട് ചെയ്താണ്, യെസ്. ഇനി അത് നോ ആണെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, യെസ്. തുടക്കത്തിൽ റിജക്ട് ചെയ്ത ആളുകളാണ്, യെസ്. സുമീൻ ചേട്ടൻ, യെസ് യെസ്. രതീഷ്, സുനിത, യെസ്. പറവൂർ. ഇതിലിരിക്കുന്ന 99 ഉണ്ണികൃഷ്ണൻ സാറ് അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത ആളാണ്, കേട്ടപ്പോ തന്നെ, യെസ്. ചില ആളുകൾ നമ്മൾ ചെന്ന് പറയുമ്പോ തന്നെ ഈ ബിസിനസ് ആരംഭിക്കുന്ന ആളുകളുണ്ട്. അത് ഈ ബിസിനസ്സിലൂടെ നമ്മളെ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പറഞ്ഞ ഉടനെ തന്നെ ഈ ബിസിനസ്സിലേക്ക് എന്റെ പുറകെ 1 വർഷം പ്രിയപ്പെട്ട സുധിച്ചേട്ടനോടുള്ള നന്ദി സ്നേഹവും ഒക്കെ രേഖപ്പെടുത്തുകയാണ്. 1 വർഷം ഈ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 1 വർഷം പറയുന്ന സമയത്ത് 1 വർഷം ഞാൻ ഇത് റിജക്ട് ചെയ്ത ആളാണ്. അങ്ങനെ റിജക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്
വിഷയം പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അതെ, അലീക്ക അതേപോലെ റിജക്ട് ചെയ്ത ആളാണ്. വിഷയത്തെ കുറിച്ച് പഠിക്കട്ടെ എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ആളുകൾ റിജക്ട് ചെയ്യും. അങ്ങനെ ഞാൻ റിജക്ട് ചെയ്തപ്പോൾ ഞാൻ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ വഴി ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ആ ഒരു എന്നെ അന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ, ഇദ്ദേഹം റിജക്ട് ചെയ്യുന്ന ആളാണ്, ഇനി ഇദ്ദേഹത്തോട് പറയണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ബിസിനസ്സിലേക്ക് വരില്ലായിരുന്നു. ഇതിനകത്ത് 99% ആളുകളും ഈ ബിസിനസ് ഏറ്റെടുക്കില്ലായിരുന്നു എന്നുള്ളതാണ്. റിജക്ഷനെ നേരിടാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു ടീം ബിൽഡ് ചെയ്യുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമായി ഞാൻ കണക്കാക്കുന്നത്. നമ്മളെ പല ആളുകളും റിജക്ട് ചെയ്യും. ആ സമയത്ത് ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുക, അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോവുക. ഞാൻ മുന്നേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. അങ്ങനെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുക. പുതിയ ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇപ്പോ തിരുനാവായ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് എടപ്പാൾ ഒരു വർക്കിന് പോയ സമയത്ത് തിരുനാവായ അവിടെ കേരളത്തിലെ കുംഭകോണം എന്ന് കുംഭമേള സോറി. അപ്പൊ കുംഭമേള എന്നറിയപ്പെടുന്ന ആ തിരുനാവായയിൽ പോയി ഒരു 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 സൂചി കുത്താൻ സ്ഥലമില്ലാത്ത തരത്തിലേക്കുള്ള ജനം തടിച്ചുകൂടുന്ന ഒരു പ്രദേശമാണ്. ഒരു 10-15 ദിവസം ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ടാവാം. ഒരു ശ്വാസം എടുക്കാൻ സ്ഥലമില്ലാത്ത വിധത്തിലേക്കുള്ള ജനപ്രവാഹമായിരുന്നു. അതുകൊണ്ട് ആള് തീർന്നു പോകുന്ന ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലില്ല. അത്രയും ഇന്നും കേരളത്തിൽ 4 ലക്ഷത്തിലധികം താഴെയുള്ള ആളുകളിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു 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 ജില്ല എടുത്തു നോക്കിയാൽ ആ ജില്ലയുടെ ഒരു മുക്കിലുള്ള കുറച്ച് മനുഷ്യരെ മാത്രമാണ് ഈ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇതിലെ ഇത്രയും ലീഡേഴ്സ് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കിയ മനോജ് സാറും ഡാനി സാറും അതുപോലെ ബെന്നി സാറിനെയൊക്കെ പോലെയുള്ള ഒരുപാട് ആളുകൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് ആകെ 4 ലക്ഷം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാനും നിങ്ങളും ഒക്കെ അടക്കം ശ്രമിച്ചിട്ട്. അപ്പോ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ പോവുക. പുതിയ ആളുകളിലേക്ക് ഇത് പറയാൻ തയ്യാറാവുക. ഒപ്പം ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ പിന്തുടരുക. അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഈ പ്രൊജക്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അദ്ദേഹത്തെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകളും പറയും ഞാൻ ഒരു 3 പ്രാവശ്യം അദ്ദേഹത്തോട് സംസാരിച്ചു, നോ ഇനിയില്ല, അദ്ദേഹത്തെ കാണാൻ ഞാൻ തയ്യാറല്ല. ഇങ്ങനെ പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയരായ ഒരു മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയാവുന്നതാണ്. ഒരു ട്രെയിൻഡ് ഫോഴ്സിന് മാത്രമേ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മൾ എത്ര ചാർജുള്ള, നിങ്ങൾക്ക് ലോകത്ത് ഏറ്റവും വില കൂടിയ മൊബൈൽ ഫോണുകൾ സെലക്ട് ചെയ്താൽ ഒരു പക്ഷെ ആപ്പിൾ സെലക്ട് ചെയ്യും. ആപ്പിൾ സെലക്ട് ചെയ്താൽ 1,67,000 രൂപ, ഇന്നിപ്പോ 2 ലക്ഷം രൂപയിലേക്ക് അടുക്കുന്ന എമൗണ്ട് ഉള്ള ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട്. വളരെ വില കൂടിയ മൊബൈൽ ഫോണാണ് ഇത്. എത്ര വില കൂടിയ മൊബൈൽ ഫോൺ ആണെങ്കിലും അത് റീചാർജ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. വില കൂടിയ മൊബൈൽ എന്റെ കയ്യിലുണ്ട് എന്ന് ആ ഒരു ചിന്തയിലൂടെ നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ വിചാരിക്കും ഞാൻ വലിയ ചാർജുള്ള വ്യക്തിയാണ്, പക്ഷെ നമ്മളും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളെ ചാർജ് ചെയ്യുന്ന പ്രക്രിയയാണ് ഈ ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നത്. നമ്മളെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിന്റെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അങ്ങനെ റീചാർജ് ചെയ്യാനുള്ള പ്രക്രിയയാണ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ ആ ഒരു പാർട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് ഇഷ്ടമില്ലാത്തൊരു കാര്യം കൂടിയാണ്. നിരന്തരമായി ഈ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ചിന്ത, ഇതെല്ലാം ഇന്നലെ കേട്ടതല്ലേ, മിനിഞ്ഞാവുന്ന കേട്ടതല്ലേ, കഴിഞ്ഞ ദിവസമെല്ലാം കേട്ടതല്ലേ, ഇന്നലെയും കേട്ട് മിനിഞ്ഞാവുന്നതും കേട്ട് ഇത് സ്ഥിരമായി കേൾക്കുന്ന സമയത്ത് ഞാൻ ഇതിലൂടെ എന്തുണ്ടാക്കി എന്ന് ചിന്തിക്കുമ്പോഴാണ്, എനിക്കിതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പല ആളുകളും ഇപ്പോഴും ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുന്നത്. നമ്മൾ എപ്പോഴാണ് ഇതൊന്നും വേണ്ടാത്ത ആളുകളായി മാറുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെ നമ്മളെക്കാൾ പവർഫുള്ള ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ലീഡേഴ്സ് വരുന്ന സമയത്ത് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. അന്ന് നമ്മളെ റീചാർജ് ചെയ്യുന്നത് എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും, അല്ലെ? അക്കൗണ്ടിലേക്ക് കാശ് വരുന്ന സമയത്ത് നമ്മൾ ഒരാളും മോട്ടിവേറ്റ് ചെയ്യണ്ട. ഇന്ന് ഫാമിലി ബോണസ് കിട്ടിയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ആ ഫാമിലി ബോണസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒരാളും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരില്ല, ഒരാളും നിങ്ങൾക്ക് ട്രെയിനിങ് എടുത്ത് തരേണ്ടി വരില്ല. നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ആവും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 6,820 രൂപ ക്രെഡിറ്റഡ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു SMS
നിങ്ങളുടെ ഫോണിലേക്ക് വരും. നിങ്ങളുടെ ഗൂഗിൾ പേ എടുത്തിട്ട് അതിന്റെ ബാലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത്, അത് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഈ ഹാപ്പിനെസ് എല്ലാ ദിവസവും കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. 3 ദിവസം കഴിയുമ്പോൾ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് സെയിൽസ് ഉണ്ടാവാനായിട്ട് 3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നതിന് വേണ്ടിയിട്ടാണ് ടീം ബിൽഡ് ചെയ്യുന്നത്. ഈ ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരും പ്രിയപ്പെട്ടവരെ. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇനി ഉള്ള സമയങ്ങളിൽ പങ്കുവെക്കാനുള്ളത്. നമ്മൾ ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്നത്. നമ്മൾ പറയുന്ന കാര്യത്തെക്കാൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ. ഞാനിവിടെ ഓരോ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയുമ്പോൾ ഇത് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് ചെയ്തതിനു ശേഷം റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. എന്റെ പരാജയങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോ ഇനിയും ചില ആളുകൾ പറയും, ഞാൻ തീയിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ തീയിൽ തുടരുത് എന്ന് നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? തീയിൽ കയറി പിടിച്ചിട്ടുണ്ടാവും. തീയിൽ കയറി പിടിച്ച സമയത്ത് നമ്മുടെ കൈ പൊള്ളി, നമ്മൾ ആ കൈ വലിച്ചു കളഞ്ഞ്. പിന്നെ തീ കാണുമ്പോ ആരെങ്കിലും പറയണോ തീയിൽ തൊട്ടാൽ പൊള്ളുമെന്ന്? നമ്മളോട് ഒരു ട്രെയിനിങ്ങും വേണ്ട, ഒരു കാര്യം പറയണ്ട. തീ കണ്ടാൽ തന്നെ നമ്മൾ മാറിപ്പോക്കോളും എന്നതുപോലെ നമ്മള് ഈ ബിസിനസ്സിൽ ഇറങ്ങി ഇത് ചെയ്ത് പഠിക്കേണ്ട ബിസിനസ്സാണ്. ഇത് പഠിച്ചിട്ടിറങ്ങാൻ വേണ്ടി നിന്നാൽ നമുക്കൊരു പക്ഷേ നമ്മൾ പഠിക്കാൻ, ചില ആളുകൾ പറയും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതെല്ലാം ഞാനൊന്ന് പഠിച്ചോട്ടെ എന്ന് പറയും. ജീവിതത്തിൽ ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല. ചെയ്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പഠിക്കുന്നത്. അങ്ങനെ ചെയ്ത് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എല്ലാവരോടും പറയാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. എല്ലാവരോടും പറയുക എന്നുള്ളത് നമുക്ക് ഇപ്പോഴും കുറെ ആളുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുള്ള ചില ഒരു പിന്നീട് എടുക്കാം. ചില വീടുകളിൽ നോക്കിയാൽ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ ഉണ്ടാവാം. ഗസ്റ്റ് വരുമ്പോ കൊടുക്കാനുള്ള പാത്രം എന്ന് പറഞ്ഞ് അലമാരിയിൽ ഏതെങ്കിലും കോണിൽ അത് നന്നായി തുടച്ചു വെച്ചിട്ടുണ്ടാവാം. ഒരിക്കലും അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. നല്ല വസ്ത്രങ്ങൾ ചില ആളുകൾ അലമാരിയിൽ വളരെ ഭംഗിയായി കഴുകി നല്ല പോലെ അടുക്കി വെച്ചിട്ടുണ്ടാവും. ഒരിക്കലും അവരെടുത്തത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ഈ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്കിതെല്ലാം ഉപയോഗിക്കേണ്ടത്. നല്ല ഗ്ലാസുകൾ എടുത്ത് ഉപയോഗിക്കുക, നല്ല പാത്രം ഉപയോഗിക്കുക. ഇതെല്ലാം ഗസ്റ്റ് വരുമ്പോ കൊടുക്കാനെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് ഉപയോഗിക്കാനുള്ള പല ആളുകളും നമ്മുടെ കൂടെ എന്നുള്ള ആളുകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പോയിട്ടുണ്ടാവും. അവർക്ക് ഒരുപക്ഷെ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത പാത്രം ഒരുപക്ഷെ നമ്മുടെ അലമാരിയിൽ ഇന്നും അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളും അതുപോലെ ഈ നാട്ടിൽ നിന്നും പോകേണ്ട ആളുകളാണ്. നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും അവരോട് പറഞ്ഞിട്ടില്ല അവരിങ്ങനെ നിൽപ്പുണ്ട്. ബയോട്ടോറിയം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ളതല്ല, മറിച്ച് എല്ലാവരോടും പറയുന്ന ആളുകൾക്കാണ് ഈ ബിസിനസ് കൂടുതൽ കിട്ടുന്നത്. ചില ആളുകൾക്ക് സെയിൽസ് കൂടുതൽ കിട്ടുന്നു, ചില ആളുകൾക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരോടും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയ സമയത്താണ് അവർക്ക് സെയിൽസ് കിട്ടുന്നത്, അവർക്ക് വരുമാനം കിട്ടുന്നത്. അങ്ങനെ ആരെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് ലിസ്റ്റിലൊക്കെ ഉണ്ടാവും, പക്ഷെ അവരോട് പറയില്ല എന്നുള്ളതാണ്. ഈ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് എല്ലാവരോടും ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുക. കാരണം ഈ പ്രൊഡക്റ്റ് അത്രയും ദൈവികമായ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇതില് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട്. ഇതെപ്പോഴും വീണ്ടും ചോദിക്കാൻ കാരണം ചില ആളുകൾ പറയും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്ന് പുറത്തുള്ള ആളുകൾ പറയുമ്പോൾ നമുക്കെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എത്ര പേർക്ക് ഇതിൽ ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന്, ഇനി ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഗുണം നിങ്ങൾ ആ കമന്റ് ബോക്സ് ഒന്ന് നോക്കണം കേട്ടോ. ഇതിലിരിക്കുന്ന 99% ആളുകൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇതുപോലെ ചോദിച്ചാൽ ഉത്തരം പറയാവുന്ന അല്ലെങ്കിൽ ആൻസർ പറയുന്ന ഒരു കമ്പനി ഉണ്ടോ പ്രിയപ്പെട്ടവർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവർക്കും ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട സുജാമോള് മോഡറേറ്റർ ആയിട്ട് ഇരുന്നു കൊണ്ടുള്ള ആ ഒരു സൂം അറ്റൻഡ് ചെയ്ത ആളുകൾക്കറിയാം നമ്മുടെ കമ്പനിയിലൂടെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഇന്നലെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടി. ഇന്നലെ ഒരുപാട് ആളുകൾ പുതിയ ഒരുപാട് വ്യക്തികൾ
റിസൾട്ടുകൾ പങ്കുവെക്കുന്ന ഒരു ദിവസമായിരുന്നു. റിസൾട്ട് പങ്കുവെച്ച നമ്മളൊക്കെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഗുണം കിട്ടി. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഹംസിക അങ്ങനെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കമന്റ് ബോക്സ് ഒന്ന് മാത്രം ശ്രദ്ധിച്ചു നോക്കിയേ. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും മടി കാണിക്കുന്നുണ്ടോ? എന്തെങ്കിലും മടി കാണിക്കേണ്ടതുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് കിട്ടിയിട്ടാണ് നമ്മുടെ പല കമ്പനികളിലും 100 പേർക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്ത 10 പേർക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടാവാം. ബാക്കി 100 പേരിലേക്ക് ഇത് എത്തുന്നത് ഈ 10 പേരുടെ റിസൾട്ട് കാണിച്ചിട്ടാണ്. പക്ഷേ യെസ് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ആ കമന്റ് ബോക്സ് മാത്രം നിങ്ങളൊന്ന് ഒന്ന് ചെക്ക് ചെയ്യട്ടാ. എല്ലാവർക്കും ഗുണം കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കരൻ സാർ സ്ക്രീനിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവം പറയും. ശ്വാസം മുട്ടലിലൂടെ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന, ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച ആളുകൾക്കാണ്. ഇപ്പൊ ചുമ വരുന്ന സമയത്ത് വരുന്ന ചെറിയ ശ്വാസം മുട്ടലല്ല, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വായു വലിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഒരു മനുഷ്യർക്ക് വന്നാൽ കിതപ്പ് രോഗം എന്നൊക്കെ പറഞ്ഞ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരുപാട് മനുഷ്യർക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ മഹത്വം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയുന്ന സമയത്ത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ രീതിയിൽ ഗുണം കിട്ടിയിട്ടുള്ള ആളുകളാണ്. ഇതാണ് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് നമ്മൾ നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ പറ്റും. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുക പ്രിയപ്പെട്ടവരെ. നമ്മള് ഒരുപാട് റിസൾട്ടുകളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. എല്ലാവരോടും നന്ദി സ്നേഹം രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുക. ഇനി ഈ ബിസിനസ്സിലൂടെ എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടിയ ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. അതും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. യെസ്, എന്തെങ്കിലും അമ്പിളി മേഡം കമന്റ് ചെയ്തത്. എനിക്ക് വരുമാനം കിട്ടി, എന്തെങ്കിലും ഒരു ചെറിയ 440 രൂപയെങ്കിലും വരുമാനം കിട്ടി എന്ന് പറയുന്ന, യെസ് 100% വരുമാനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ യെസ് ജാമോൾ അടുത്ത തായ്ലൻഡ് ട്രിപ്പ് അച്ചീവറായി മാറാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തിയാണ് സുജാമോൾ. എനിക്ക് നേരിട്ട് അറിയുന്നത് കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിലൂടെ വലിയ വരുമാനവും ഒക്കെ കൈപ്പറ്റിയിട്ടുള്ള ആളുകളുണ്ട്. കിട്ടിയിട്ടുണ്ട്. യെസ് 71,714 അല്ലേ? യെസ്. അപ്പോ രണ്ടാമത്തെ കാര്യം നമ്മള് ഹെൽത്തും വെൽത്ത് കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഈ ബിസിനസ്സിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഒരു മാസം റീറ്റെയിലിംഗിലൂടെ മാത്രം 50,000 രൂപയിലധികം വരുമാനം കൈപ്പറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗീത ചേച്ചിനൊക്കെ പോലെ ഒരുപാട് ആളുകളുണ്ട് ഇതിനകത്ത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു സാധനം ഒരു കച്ചവടം നടത്തിയിട്ട് ഒരു മാസം 50,000 രൂപ റീറ്റെയിലിംഗിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ അൾട്രാബെറി നമുക്ക് കിട്ടുന്ന പൈസ എത്രയാണെന്നറിയാം. നമ്മുടെ MRP 4,000 രൂപയാണ്. യെസ് 89,000 കിട്ടി. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഇതിന്റെ പ്രൊജക്ട് നമുക്ക് മനസ്സിലായി. 2 ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് 200 PV സെയില് എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 15,000 രൂപയാണ്. പ്രിയപ്പെട്ടവരെ, 2 കച്ചവടം നടത്തിയാൽ, അതായത് 46,000 രൂപയുടെ ഒരു കച്ചവടം നമ്മുടെ കമ്പനിയിലേക്ക് കൊടുത്താൽ ഈ കമ്പനി തരുന്നത് നമുക്ക് 15,000 രൂപയാണ്. പ്രിയപ്പെട്ടവര്, ഏതെങ്കിലും ഒരു കച്ചവടത്തിന് ഈ ഒരു വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു കമ്പനിയും ഇതുപോലെ വരുമാനം കൊടുക്കുന്നില്ല. ഇത്രയും വരുമാനം കൊടുക്കുമ്പോ നമ്മൾ ഇതിന്റെ മാറ്റത്തിന് വിധേയരാകണം. ദയവ് ചെയ്ത് ചില ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇവൻ എന്റെ അടിയിലാണ്, ഇയാൾ എന്റെ മുകളിലാണ്. ഇവിടെ അടിയിലും മുകളിലും ഒന്നുമില്ല. ഈ കമ്പനി തരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നിങ്ങൾ അങ്ങനത്തെ വാക്കുകളൊക്കെ പ്രയോഗിക്കാതിരിക്കുക. ചില അബദ്ധ വാക്കുകളാണ്. ആരും ആരുടെയും അണ്ടറിലല്ല, ആരും ആരുടെയും മുകളിലല്ല. നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഇൻഡിപെൻഡൻസ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പാണ് അല്ലേ? നമ്മുടെ ID എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ്. ഈ കമ്പനിയും നമ്മളുമായിട്ടാണ് കരാർ. ഈ കമ്പനിയും ലീഡറുമായിട്ടല്ല നിങ്ങൾ കരാറുണ്ടാക്കിയിട്ടുള്ളത്. കാരണം നിങ്ങൾ അയച്ച പേയ്മെന്റ് കമ്പനിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. കമ്പനിയാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തന്നിട്ടുള്ളത്. അപ്പൊ കമ്പനിയാണ് നമുക്ക് വരുമാനവും തരുന്നത്. ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ ലാഡർ ആക്കി മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ലീഡർ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്ക് സപ്പോർട്ട് തരുന്ന നമ്മുടെ സപ്പോർട്ടിങ് ലീഡേഴ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. നമ്മുടെ
കൂടെ വന്ന ആളുകൾക്ക് വരുമാനം മേടിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന സമയത്ത് നമ്മുടെ കൂടെ വരുന്ന ആളുകളും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മൾ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൊരു നമ്മൾ ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഒരു വിജയത്തിന്റെ രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉള്ളത്. ഇതിലൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഉണ്ടാക്കുന്നത്. നിനക്കും കിട്ടി എനിക്കും കിട്ടി എന്നുള്ള രീതിയിലേക്ക് മാറാൻ കഴിയാവുന്ന ലോകത്തിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ആ മേഖലയിലാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് എത്ര വരുമാനം വേണമെങ്കിലും മേടിച്ചോട്ടെ, അവർ വരുമാനം മേടിക്കുമ്പോൾ അതേ വരുമാനം തന്നെ നമുക്ക് മേടിക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. ഒരു ബിഗിനറായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇന്ന് ഈ ബിസിനസ് ആരംഭിച്ചാൽ പോലും ഒരു അപ്ലൈൻ ലീഡർ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനേക്കാൾ കൂടുതൽ വരുമാനം മേടിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത. മനോജ് സാർ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് വ്യക്തികൾ കേരളത്തിൽ ഈ പ്രൊജക്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയും അദ്ദേഹത്തിന്റെ ആവശ്യവും കൊണ്ട് അദ്ദേഹം ഈ ബിസിനസ്സിലൂടെ കോടിക്കണക്കിന് രൂപ വരുമാനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എഫേർട്ടാണ്. അപ്പൊ എഫേർട്ട് ഇടാൻ തയ്യാറായ ആളുകൾക്കാണ് ഈ ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്നൊരിക്കലും നമ്മുടെ വായിൽ സരസ്വതി എന്ന് പറയും. എപ്പോഴും ഈ സരസ്വതിയാണ് നമ്മൾ ചില സമയത്ത് ഭദ്രകാളിയായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സരസ്വതി എന്ന് പറയുന്നത് മാറ്റിവെച്ചിട്ട് നമ്മൾ വർത്തമാനം ശരിയായാൽ, നാവ് നന്നായാൽ നാട് നന്നായി എന്നുള്ളതാണ്. നാവ് നന്നാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വർത്തമാനം കൊണ്ട് ഒരു ടീമിനെ, നമ്മുടെ സംസാരം കൊണ്ട് ഒരു വലിയ ടീമിനെ ഉണ്ടാക്കാം. സംസാരം കൊണ്ട് ഒരു ടീമിനെ നശിപ്പിക്കാൻ വേണ്ടി കഴിയും. ഈ സംസാരമാണ് കറക്റ്റ് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു ടീം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല വാക്കുകൾ, ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ഇന്നു മുതൽ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആദ്യമേ തന്നെ എന്നെ കാണുമ്പോൾ ചില ആളുകൾ പറയും എന്തൊരു തടിയാളാ എന്ന് ചോദിക്കും. അത് അവരുടെ ചിന്തപ്പാടാണ്. ഇത് ഉണ്ടാക്കാൻ പെട്ട പാട്, ഇത് കുറക്കാൻ വിടുന്ന പാടുമൊക്കെ എനിക്ക് മാത്രം അറിയാൻ പാടുള്ളൂ. അപ്പൊ ഇത് കാണുമ്പോ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും പറയാതെ ആദ്യമേ തന്നെ ഒരാളുടെ എന്തെല്ലാം പോരായ്മയാണ്, അവരെ തകർക്കാനായിട്ട് നമുക്ക് എന്ത് മാർഗം പ്രയോഗിക്കാം, ഇതാണ് നമ്മുടെ പൊതുവിൽ ഞാനും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാനും വ്യത്യസ്തനല്ല. ഇത് സത്യമല്ലേ സാർ എന്ന് പറയുന്നത്. അതെ, അങ്ങനെ സത്യമായ ചില കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുക. ഒരു പോസിറ്റീവായിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടാക്കാവുന്ന നമ്മൾ ചെയ്യുന്നത് മാഗ്നറ്റിക് തെറാപ്പിയാണ്. നമുക്ക് രണ്ട് രീതിയിലാവാം. ഒന്നെങ്കിൽ ഒരു തടിക്കഷ്ണമായി മാറാം, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റായി മാറാം. തടിക്കഷ്ണം എന്താ പ്രത്യേകത? തടിക്കഷ്ണത്തിൽ ഒരാളും ആകർഷിക്കപ്പെടാൻ പോകുന്നില്ല. മാഗ്നറ്റ് എന്ത് ചെയ്യും? ആകർഷിക്കപ്പെടും. ഈ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി നമ്മൾ മാറുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഒരു ടീം ബിൽഡ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. സംസാരം. നമ്മൾ വിചാരിക്കോ നമ്മൾ പക്കായി, ഇനി ഇന്നും എനിക്ക് ചെയ്യാനില്ല, ഞാൻ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് പരാജയം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ലേണിംഗ് ആണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പോസിറ്റീവായി സംസാരിക്കുക എന്നുള്ളത് പ്രാക്ടീസിലൂടെ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കളിയാക്കൽ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വൈകല്യത്തെ, ഒരാളുടെ പോരായ്മകളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹത്തിന്റെ പോസിറ്റിവിറ്റി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യാം. ഈ പോസിറ്റിവിറ്റി പബ്ലിക്കായി പറയുകയും അദ്ദേഹത്തിന്റെ നെഗറ്റീവ് കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം, എല്ലാം തികഞ്ഞ ആളുകളില്ല, ഒരിക്കലുമില്ല. എനിക്ക് പോരായ്മകളുണ്ട്. എന്റെ പോരായ്മയാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്റെ പരിമിതികളെ, എന്റെ പോരായ്മകളെ രഹസ്യമായി നമ്മളോട് പറയുകയും എന്റെ മേന്മകളെ പരസ്യമായി പറയുമ്പോഴാണ് യഥാർത്ഥ ഒരു ലീഡറായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ പല ആളുകളും ചെയ്യുന്നത് പബ്ലിക്കായിട്ട് പല കാര്യങ്ങളും വിളിച്ചു പറയുന്നു. അവിടെ ഒരിക്കലും ഒരു ടീം ബിൽഡ് ആവില്ല. ടീം നശിച്ചു പോകത്തേ ഉള്ളൂ. ടീം നശിച്ചു പോകാനായിട്ട് നിങ്ങളുടെ വായിലുള്ള വാക്കുകൾ, നിങ്ങളുടെ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോ നമ്മളെല്ലാവരും ഉള്ള ഒരു മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് പോസിറ്റീവായി ചിന്തിക്കാനായിട്ടും പോസിറ്റീവായി സംസാരിക്കാനായിട്ടുമുള്ള ഒരു പ്രാപ്തിയിലേക്ക് നമ്മൾ മാറുക. ബൈ പ്രാക്ടീസിലൂടെ നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മറ്റുള്ളവരുടെ പോസിറ്റിവിറ്റി സംസാരിച്ചു തുടങ്ങുക. പയ്യെ നമ്മളിലേക്ക് ഇതെല്ലാം കടന്നു വരും. ഒരാളുടെ ഇപ്പൊ പല ഗ്രൂപ്പുകളിലും നമ്മൾ അച്ചീവ്മെന്റുകളുടെ പോസ്റ്ററുകൾ കാണാറുണ്ട്. ഈ അച്ചീവ്മെന്റുകളുടെ പോസ്റ്ററുകൾ കാണുമ്പോൾ ഒരാള് ഒരു അച്ചീവ്മെന്റ് എടുത്താൽ ഒരു കൺഗ്രാജുലേഷൻസ് അയക്കാനായിട്ട് 1 രൂപയുടെ ചെലവില്ലട്ടാ. നമ്മുടെ വാട്സാപ്പിൽ ഈ കൺഗ്രാജുലേഷൻസ് എന്ന് പറയുമ്പോൾ 1 രൂപ
നമുക്ക് ചെലവ് വരുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്റ്റിക്കറോ നിങ്ങളുടെ കയ്യിലുള്ള ആ കീപാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൺഗ്രാറ്റുലേഷൻസോ ഒരു മനുഷ്യനിൽ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പോസിറ്റിവിറ്റി എങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ തുടക്കത്തിൽ ശ്രമിക്കുക. അങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്നിലൊരു പോസിറ്റീവ് ഉണ്ടാവും, അങ്ങനെ എല്ലാവരിലും പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്ക് പല ആളുകളും പറയാറുണ്ട്, ലീഡറിനാണ് വരുമാനം കിട്ടുന്നത് അല്ലെ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പറയുന്ന ഇവിടെ ലീഡറിനാണ് വരുമാനം കിട്ടുന്നത് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ലീഡറിനാണ് വരുമാനം കിട്ടുന്നത് എന്ന് പറയുന്ന ആളുകൾ എസ് എന്നൊന്ന് കമന്റ് ചെയ്ത്, അല്ലെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾ എസ്സോ നോയോ കമന്റ് ചെയ്യാം. പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, എന്നാലും ഒന്നുകൂടി ചോദിക്കുകയാണ്, ലീഡറിനാണ് വരുമാനം കിട്ടുന്നത് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റിൽ യെസ്. ഷാജഹാൻ സാർ പറഞ്ഞു യെസ്, ലീഡറിനാണ് വരുമാനം കിട്ടുന്നത്. നോ. ഗിരിജ മേഡം പറഞ്ഞു നോ, ലീഡറിനല്ല. യെസ്, നോ. കുറച്ച് നോ വെക്കാം. യെസ്. രണ്ടുപേർക്കും കിട്ടും. യെസ്, നോ, നോ, നോ. നമ്മുടെ നാട്ടിൽ പറയാം, അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു കമന്റുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. രണ്ട് അഭിപ്രായങ്ങളാണ്. അതെന്റെ ചോദ്യത്തിലുള്ള ഒരു ചെറിയ ഇതുകൊണ്ടാണ്. രണ്ടുപേർക്കും കിട്ടും. നോ എന്നുള്ള കമന്റ്, യെസ് എന്നുള്ള ബോത്ത്. ഇതിന്റെ ഇടയിൽ ഓർ എന്നുള്ള കമന്റ് ഉള്ള ആളുകളുണ്ടാവും. യെസ് ഓർ നോ, ഓർ എന്ന് പറയുന്ന ആളുണ്ട്. എന്തായാലും ഒന്നുമില്ല, വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ലീഡറിന് മാത്രമേ വരുമാനം കിട്ടുള്ളൂ. ആ അടിവരയിട്ട് പറയാം, ലീഡറിനാണ് വരുമാനം കിട്ടുന്നത്. ഇതിലെ ഒരു 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 തിരുത്തലാണ്. ഇനി നോ എന്ന് കമന്റ് ചെയ്യില്ലേ, നമ്മൾ ലീഡറിലേക്ക് മാറുക എന്നുള്ളതാണ് ആകെ ചെയ്യാനുള്ള ഒരു കാര്യം. നമ്മൾ ലീഡേഴ്സ് ആയിട്ട് മാറുക. നമ്മൾ ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ലീഡറാണ്. ബൈ ബർത്ത് നമ്മളൊരു ലീഡറായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇതിന്റെ അകത്തുള്ള ലീഡർ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എല്ലാവരും മാറുക. എന്റെ ലീഡർ ആരാണെന്ന് ചോദിക്കുമ്പോൾ പൊസിഷൻ ബേസ് ഞാൻ ഡാനി സാറിനെയും മറ്റ് ലീഡേഴ്സിനെയും മനോജ് സാറിനെയും ഒക്കെ നമ്മൾ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ തുടങ്ങിയാണ് നമ്മുടെ ട്രീ ആരംഭിക്കുന്നത്. മനോജ് സാർ ചെയ്യുന്ന ബിസിനസ് അല്ല എന്റെ ടീമിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. ചിലപ്പോ കണക്ട് ചെയ്യപ്പെട്ടേക്കാം, ഒരു പക്ഷേ അത് ഞാൻ തുടങ്ങി എന്റെ ടീമിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഞാൻ തുടങ്ങി ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്ത ആളുകളിലൂടെ മാത്രമാണ് വരുമാനം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ ലീഡർ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ ബിസിനസ്സിലൂടെ വരുമാനം കിട്ടുന്നത്, ഒരു ടീം ബിൽഡായി വരുന്നത്. അങ്ങനെ ടീം ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഒരു ചെറിയ കഥ കൂടി പറയാം. ഒരു ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ടീമിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു ഇറുക്കിലാണെങ്കിൽ ഒടിക്കാൻ വേണ്ടി കഴിയും, ഒരു ചൂലാണെങ്കിൽ ഒടിക്കാൻ പ്രയാസമാണ്. ഇവിടെ ബയോട്ടോറിയത്തിൽ ടീം ബിൽഡ് ചെയ്ത ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനത്തിലേക്കും അവരുദ്ദേശിക്കുന്ന വലിയ വലിയ ലൈഫ് സ്റ്റൈലിലേക്കും ഓരോരുത്തരും മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സാറിന്റെ ഹൗസ് വാമിങ്ങിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ആ ഹൗസ് വാമിങ്ങിൽ ഏകദേശം 5000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മാറ്റം ആ വ്യക്തിയിലൂടെ ആ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ട് ഒരു വലിയ വീട് വെക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടീം ബിൽഡിങ്ങിലൂടെയാണ്. ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടി കഴിയും. ഒരു ലീഡർഷിപ്പിൽ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടി വരുന്ന ഒരു കപ്പൽ കത്തിക്കുന്ന ഒരു കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം. ഈ കഥ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ട് നമ്മള് ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവാം. നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യർ ജീവിച്ചിരുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ കപ്പൽ യാത്രകളായിരുന്നു കൂടുതൽ, അല്ലെങ്കിൽ കപ്പലുകൾ നിർമ്മിക്കപ്പെട്ട് അങ്ങനെ യാത്ര ചെയ്ത് ഒരു രാജ്യത്തേക്ക് പോയി ആ ക്ഷമിക്കണം യുദ്ധം ചെയ്ത് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി രാജ്യങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യത്തെ രാജാവ് കുറെ പടയാളികളുമായി അവരുടെ പടക്കോപ്പുകളുമായി ഒരു രാജ്യത്തേക്ക് ചെന്നിറങ്ങി. ആ രാജ്യത്ത് ചെന്ന് യുദ്ധം ചെയ്തു. അവര് ആ രാജ്യത്ത് അതിനേക്കാൾ ശക്തരായിട്ടുള്ള പടയാളികൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞ സമയത്ത് അവർ ഒരുപാട് ശക്തി ആർജിച്ചു പോയതാണ്. പക്ഷെ യുദ്ധം ചെയ്തു പരാജയപ്പെട്ടു. അവർ കപ്പലിൽ കയറി തിരിച്ചു നാട്ടിലേക്ക് വന്നു. പിന്നീട് ചെയ്തത് ആ രാജ്യത്തിന്റെ പടയാളികളെ കുറിച്ച് മനസ്സിലാക്കി നല്ല ധാരണയുണ്ടാക്കി അവർ കുറെ കൂടി ശക്തമായ പടയാളികളും യുദ്ധക്കോപ്പുകളുമായി എല്ലാം ആ രാജ്യത്തേക്ക് വീണ്ടും ചെന്നു. ആദ്യം യുദ്ധം ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം ആ രാജ്യത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. എന്നിട്ടും പരാജയപ്പെട്ടു. വീണ്ടും തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് പോന്നു. അതിനുശേഷം
മൂന്നാമത് ആ രാജ്യത്തേക്ക് ചെന്നു. ആ രാജ്യത്തെത്തിയ സമയത്ത് ആ കപ്പലിൽ നിന്നും മുഴുവൻ പടക്കോപ്പുകളും ഇറക്കാനായിട്ട് ആ സേനാനി അല്ലെങ്കിൽ ആ രാജാവ് അദ്ദേഹം ആ പടയാളികളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ പടക്കോപ്പുകളും പുറത്ത് ഇറക്കി ആ രാജ്യത്ത് ഇറക്കി വെച്ചു. അതിനുശേഷം ആ രാജാവ് പറഞ്ഞ ഒരു തീരുമാനമാണ് ഏറ്റവും പ്രസക്തമായത്. ഈ കപ്പലിന് തീയിടാൻ വേണ്ടി പറഞ്ഞു. പടയാളികൾ സ്വാഭാവികമായിട്ടും ഞെട്ടിപ്പോയി. എന്തിനാണ് ഈ കപ്പലിന് തീയിടുന്നത്? ഈ രാജ്യത്ത് പരാജയപ്പെട്ടാൽ നമ്മൾ എങ്ങനെ തിരിച്ചു പോകും? അല്ലയോ രാജാവേ, ഇനി നിങ്ങൾ എന്തെങ്കിലും മണ്ടത്തരമാണോ വിളിച്ചു പറയുന്നത് എന്നുള്ള സംശയമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സംശയത്തിനും ഒരു 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 അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിലേക്ക് ആ രാജാവ് പ്രഖ്യാപിച്ചു. കപ്പലിന് തീയിടാൻ പറഞ്ഞു. കപ്പലിന് തീയിട്ടു. പ്രിയപ്പെട്ടവരെ, എല്ലാ പടയാളികളും നോക്കി നിൽക്കുന്ന ആ ഒരു സമയത്ത് ആ കപ്പൽ കത്തി നശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പടയാളികളെ സംബന്ധിച്ചിടത്തോളം, ഭടന്മാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നെങ്കിൽ ആ രാജ്യത്ത് തന്നെ മരണപ്പെട്ട് പോകുക, അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. ആദ്യം കുറെ സമയം യുദ്ധം ചെയ്തിരുന്ന പടയാളികളെ സംബന്ധിച്ച് ആ ഭടന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഉച്ചയ്ക്ക് മുന്നേ തന്നെ യുദ്ധത്തിൽ ജയിച്ചു എന്നുള്ളതാണ്. എത്ര ശക്തരായിട്ടുള്ള ആളുകളെയും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തിരിച്ചു പോകാൻ കപ്പലില്ല എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് എപ്പോ കടന്നു വന്നുവോ അവർക്ക് യുദ്ധം ജയിക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറി എന്നുള്ളതാണ്. യുദ്ധത്തിൽ അവർ വിജയിക്കുകയും ആ രാജ്യം കീഴ്പ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും അതുപോലെ കപ്പൽ കത്തിച്ച ആളാണ്. ജീവിതത്തിൽ മറ്റു മാർഗങ്ങളില്ല, ഈ ബിസിനസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിലാണ് ഈ ബിസിനസ് മുഴുവൻ സമയം ഏറ്റെടുക്കാൻ കാരണം. അങ്ങനെ തിരിച്ചു പോകാൻ ഒരു കപ്പലുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. തിരിച്ചു പോകാൻ മാർഗമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചേ മതിയാവോ, പോരാട്ടം നടത്തിയേ മതിയാവുള്ളൂ. പ്രിയപ്പെട്ടവര്, ഒരു ടീം ബിൽഡ് ആവണമെങ്കിൽ ഇങ്ങനെ കപ്പൽ കത്തിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുക എന്നുള്ളതാണ്. ഒറ്റയടിക്ക് നമ്മുടെ ജോലി ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ജോലിയാണ് ഇവിടെ കപ്പലായിട്ട് കണക്കാക്കുന്നത്. ആ ജോലി തിരിച്ചു പോകാനുണ്ട് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അലസരായിരിക്കും. പ്രിയപ്പെട്ടവരെ, വരുമാനം കിട്ടാൻ മറ്റു മാർഗമില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്റെ അവസാനത്തെ ബസ്സാണ് എന്ന് പറയും. ഇവിടെ വിജയിച്ചേ മതിയാവുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ തീരുമാനമെടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ വിജയിക്കും. സിജിയെ സംബന്ധിച്ചിടത്തോളം സിജി ആ കപ്പൽ കത്തിച്ചു വന്ന ആളാണ്. സിജി ഇന്ന് MC ചെയ്ത പ്രിയപ്പെട്ട സിജി ആ ഒരു ജോലി കളയാൻ തീരുമാനിച്ച സമയത്ത് ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ലക്ഷ്യമുണ്ട്, ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത്. എന്തായാലും പോരാട്ടം നടത്തിയേ മതിയാവുള്ളൂ. ഇങ്ങനെ തീരുമാനമെടുത്ത യൂനിസിനെ പോലെ ഒരുപാട് മനുഷ്യരെ, നമ്മുടെ പ്രിയപ്പെട്ട ജയ്മോഹൻ സാറിനെ പോലെ ഇന്ന് ഒരുപാട് വ്യക്തികൾ അങ്ങനെ തീരുമാനമെടുത്ത് ഇറങ്ങിയ ആളുകളുണ്ട്. ഇതിലെല്ലാവരും പറയുന്നില്ല, എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. അങ്ങനെ എല്ലാവരും തീരുമാനമെടുത്ത് ഇറങ്ങി പുറപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചേ തീരുള്ളൂ. വിജയിച്ചിരിക്കും, 100% ഉറപ്പാണ്. അങ്ങനെ തീരുമാനമെടുക്കാനായിട്ടും ഈ ബിസിനസ്സിലൂടെ വിജയിക്കാനായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇന്നത്തെ ഒരു ദിവസം എറണാകുളത്ത് വെച്ച് നടക്കുന്ന 1 lakh above മീറ്റിംഗിൽ എത്തിച്ചേരേണ്ട ആളുകൾ ഈ സമയം തന്നെ റെഡിയായിട്ട് കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. ആ എറണാകുളത്തേക്കുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തുക. ഇത്തരം ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന പ്രോഗ്രാമുകളിലേക്ക്, ട്രെയിനിങ്ങുകളിലേക്ക്, ഈ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ വേണ്ടി കഴിയുന്നത്. ആ പ്രോഗ്രാമിന്റെ പോസ്റ്ററാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയ്മോഹൻ സാറ് സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം കൂടി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. പുതിയ പുതിയ ഐഡിയാസ് ആണ് നമ്മുടെ മുന്നിലേക്ക് നയിക്കുന്നത്. ടീം ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് തൊട്ടടുത്ത സമയങ്ങളിലൊക്കെ വീണ്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നുള്ള ആഗ്രഹത്തോടെ ആശയോടുകൂടി ഇന്നത്തെ ഈ ഒരു സമയം, ഇത്രയും സമയം എന്നെ ശ്രമിച്ച പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉള്ളതാണ് ഈ അവസരം. നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കിട്ടിയിട്ടുള്ള മഹത്തായ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താനായിട്ട് ആരെല്ലാം തയ്യാറായിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അവസരം കിട്ടിയിട്ടുണ്ട്. മനോജ് സാറിന് കിട്ടിയിട്ടുള്ള, ഡാനി സാറിന് കിട്ടിയിട്ടുള്ള ഇതേ സെയിം ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിയിലേക്കും ബോധത്തിലേക്കും നമ്മൾ ഓരോരുത്തരും മാറുക. ഇന്നത്തെ ഒരു ദിവസം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ.
വളരെ വാല്യബിൾ ആയിട്ടുള്ള മെസ്സേജ് ആയിരുന്നു ഇന്ന് നമുക്ക് സൂമില്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കയറി ഇപ്പൊ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് നമ്മുടെ സൂം മീറ്റിങ്ങൾ ഓരോന്നും നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു എനർജി ഡ്രിങ്ക് ആണ് ഇന്ന്. അതുപോലെ നമുക്കൊരു എനർജി ഡ്രിങ്ക് ഇന്ന് ഫുൾ ഡേ നല്ല പവറോടുകൂടി വർക്ക് എടുക്കാൻ പാകത്തിന് നമ്മുടെ അഭിലാഷ് സാർ നമുക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ തന്നു. അതൊരു ടീം എങ്ങനെ ബിൽഡ് ചെയ്യണം, അതുപോലെ തന്നെ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് എനിക്കും അത് തന്നെ പറയാനുള്ളൂ. ഞാൻ ഈ കേറി വന്നപ്പോൾ ഞാൻ ഇത് ബിസിനസ് വന്ന് ഒരു 6 മാസം എന്റെ ലീഡറിനെ ഞാൻ പിടി കൊടുക്കാണ്ട് എന്നും എന്നെ ഫോളോ അപ്പ് ചെയ്യായിരുന്നു. അബ്ബാസ് സാർ ഇന്ന് സൂമിലുണ്ടാവും. ഒരു 6 മാസത്തോളം ഞാൻ സാറിന് പിടി കൊടുക്കാണ്ട് നിന്നിട്ട് സാറേ ഇന്നാവട്ടെ, ഇന്ന് എന്റെ പാൻ കാർഡ് ഇല്ല സാറേ, നാളെ സാറേ എന്ന് പറഞ്ഞ് എനിക്ക്, കാരണം കഴിഞ്ഞൊരു കൺസെപ്റ്റ് എനിക്ക് അതുപോലെ ഒരു എന്താ പറയണേ, ഞാൻ 0 ആയിരുന്നു. ഞാൻ ആ ബിസിനസ് നെറ്റ്വർക്ക് ആദ്യമായിട്ട് ഏറ്റെടുത്തപ്പോ ഞാൻ ആ ബിസിനസ് നല്ല രീതിയിൽ എങ്ങനെയാവും, ഞാൻ വലിയ ഇതാവും എന്നൊക്കെ വിചാരിച്ച് നല്ല രീതിയിൽ ഇറങ്ങി. പക്ഷെ എനിക്ക് 1 രൂപ പോലും സമ്പാദിക്കാൻ അതുമല്ല, ഞാൻ തീർത്തും ഇനി ഒരു നെറ്റ്വർക്ക് ബിസിനസ്സിലേക്ക് ഇല്ല എന്ന് വിചാരിച്ച് തന്നെ എന്റെ പ്രൊഫഷൻ പിന്നെയും ഞാൻ നേഴ്സിംഗിലോട്ട് പോയി. അങ്ങനെയാണ് അബ്ബാസ് സാർ വരുന്നത്. അബ്ബാസ് സാർ വന്നപ്പോൾ ഞാൻ സാറിനെ 6 മാസത്തോളം വട്ടം കിറക്കി. അഭിലാഷ് സാർ പറഞ്ഞ പോലെ ഒരു വർഷമാണെങ്കിൽ ഞാൻ 6 മാസം തീർത്തും പിടി കൊടുക്കാണ്ടിരുന്നു. അത് അതിന് ശേഷം ഏറ്റെടുത്തപ്പോ ഞാൻ ഓർക്കുക, എന്റെ കഴിഞ്ഞ ഒരു വർഷം ഞാൻ എന്തിനു വെറുതെ പാഴാക്കി. ഞാൻ ഈ 6 മാസമായാലും വെച്ച് നേരത്തെ ജോയിൻ ചെയ്തായിരുന്നെങ്കിൽ എന്ന് ഇപ്പൊ വിചാരിക്കുന്നു. ആ ഒരു സമയം, ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം എനിക്ക് അത് ഭയങ്കര നഷ്ടമായിട്ട് ഞാൻ ഇന്ന് കണക്കാക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ, അഭിലാഷ് സാർ. ഇന്ന് ഞങ്ങൾക്ക് അതുപോലെ ഇന്ന് ഈ സൂമിൽ കേറാത്തവർക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ് എന്ന് പറയുള്ളൂ. കാരണം അത്രയ്ക്കും നല്ലൊരു മെസ്സേജും കഥകളിലൂടെയും ഓരോ ഇതില് നമുക്ക് അറിവ് പകർന്നു തന്ന ഗ്രേറ്റ് ലീഡർ അഭിലാഷ് സാർ, സാറിന് ബിഗ് സല്യൂട്ട്. അതോടൊപ്പം സാർ പറഞ്ഞ പോലെ ഒരു തടിക്കഷ്ണമായി കിടക്കാനല്ല, തീർത്തും മറ്റുള്ളവർക്ക് സംസാരത്തിലൂടെ ഈ ബിസിനസ് നല്ലൊരു മാഗ്നറ്റ് പവറോടെ മറ്റുള്ളവർക്ക് അട്രാക്ട് ചെയ്യുന്നില്ല, ആകർഷിക്കുന്ന രീതിയിലേക്ക് എനിക്ക് നല്ലൊരു മാഗ്നറ്റിലൂടെ പോകാൻ തന്നെയാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഇന്ന് ഈ സൂമിലിരിക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ ആവാൻ സാധിക്കട്ടെ അവർക്ക് ഓരോ ദിവസം. മുമ്പോട്ട് ഈ 2026 നല്ല രീതിയിൽ വിജയിക്കാൻ എല്ലാ വഴികളും നമുക്ക് ഇന്ന് സാഗർ ജോഷി സാറ് നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. നമുക്ക് അതിനൊരു അവസരം തന്നിട്ടുണ്ട്. അപ്പോ ആ അവസരം നല്ല രീതിയിൽ നമുക്ക് ഇറങ്ങി പണിയെടുത്താൽ നമുക്ക് എല്ലാ രീതിയിലും നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് എന്തായാലും ഞാൻ റെഡിയാണ്. ഞാൻ മുമ്പോട്ട് എന്തായാലും എന്റെ ലീഡേഴ്സ് എന്റെ ഒപ്പം ഉണ്ടെന്ന് വിശ്വാസമുണ്ട്. അപ്പൊ തന്നെ ഞാൻ എന്തായാലും ഇറങ്ങി പ്രവർത്തിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇനിയൊരു പിന്നോട്ട്, സാർ പറഞ്ഞ പോലെ ഇതും എന്റെ ഒരു ലാസ്റ്റ് ബസ്സാണ്. ഇനി എന്റെ ഒരു പ്രൊഫഷനിലായിട്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല. തീരുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ തന്നെയാണ് പിടിച്ചു നിന്ന് എനിക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു കോൺഫിഡന്റ് എനിക്കുണ്ട്. എന്റെ ഒപ്പം എന്റെ ലീഡേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ എനിക്കും ഒപ്പം എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കട്ടെ. ഈ സൂമില് നല്ല പവറായിട്ട് നമുക്ക് നല്ല രീതിയിൽ അറിവ് പകർന്നു തന്ന ഗ്രേറ്റ് ലീഡർ അഭിലാഷ് സാറിന് ഒരു വലിയ ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു അറിവിലൂടെ ഇന്ന് ഈ ദിവസം മുമ്പോട്ട് നല്ല രീതിയിൽ വിജയിക്കാൻ ആത്മാർത്ഥമായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.